എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 ചോദിച്ച അപ് ടു SSLC മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ GK പാർട്ടാണ് നമ്മളിതിപ്പോൾ നോക്കുന്നത്. അപ്പം നമ്മുടെ ഉദ്ദേശം എന്താണ്? നമുക്ക് ഒരു PSC എക്സാമിൽ ഒരു നല്ല റാങ്ക് കിട്ടി നമുക്കൊരു ജോലി കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുള്ള ഒരേ ഒരു വഴി നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യുന്തോറും നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടിത്തുടങ്ങും. അപ്പോൾ വേഗത്തിൽ എഴുതാനും സാധിക്കും. അപ്പോൾ പിന്നെ നമുക്ക് സമയം കിട്ടിയില്ല അല്ലാച്ചെങ്കിൽ നമുക്ക് എഴുതാൻ സാധിച്ചില്ല എന്നൊന്നും വരില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറും നമുക്ക് വേഗത്തിൽ ചെയ്യാൻ കിട്ടും. നമുക്ക് എക്സാമിൻ്റെ ടൈമിന് മുന്നേ തന്നെ ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പം അതെല്ലാം നിങ്ങൾ നോക്കി പഠിക്കുക. നിങ്ങൾക്ക് ഓരോ ജോലി കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും പരിശ്രമിച്ച് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ റെസ്പോൺസ് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അത് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പം നന്നായി പഠിക്കുക, നല്ല മാർക്ക് നേടുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ ആരൊക്കെയാണ്? അപ്പൊ നമ്മള് കളിയായിട്ട് ഇങ്ങനെ പറയാറുണ്ട് പോഡാ ബീഫ് എന്നുള്ളത് അല്ലെ. പോർച്ചുഗീസുകാരാണ് ആദ്യം വന്നത്, പിന്നെ ഡച്ചുകാരാണ്, പിന്നെ ഇംഗ്ലീഷുകാരാണ്, പിന്നെ ആരാണ്? ഫ്രഞ്ചുകാരാണ്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ആരാണ് വന്നത്? ഫ്രഞ്ചുകാരാണ് വന്നത്. അപ്പോൾ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാന രൂപീകരണ വേളയിൽ ബോംബെ, മദ്രാസ്, ഹൈദരാബാദ്, കൂർഗ് എന്നിവിടങ്ങളിലെ കന്നഡ സംസാരിക്കുന്ന പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്ത് മൈസൂർ സംസ്ഥാനം രൂപീകരിച്ചു. ഈ സംസ്ഥാനത്തിന് കർണാടകം എന്ന് നാമകരണം ചെയ്യപ്പെട്ട വർഷം ഏതാണ്? ആൻസർ എന്താണ് വരിക? 1973. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോംബെ ക്രോണിക്കൽ എന്ന പത്രസ്ഥാപകൻ ആരാണ് വരിക? ഫിറോസ് ഷാ മേത്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1640 മുതൽ 20 വർഷക്കാലം ലോങ് പാർലമെന്റ് നിലനിന്ന രാജ്യം ഏതാണ്? ആൻസർ എന്താണ് വരിക? ഇംഗ്ലണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. COVID-19 വ്യാപനം തടയുന്നതിനെ ലക്ഷ്യമാക്കി ഡൽഹി സർക്കാർ ആരംഭിച്ച ദൗത്യം? ആൻസർ സി, ഓപ്പറേഷൻ ഷീൽഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നേപ്പാളുമായി അതിർത്തി പങ്കിടാത്ത സംസ്ഥാനം? ആൻസർ എ, ജാർഖണ്ഡ്. കുപ്പം നദി താഴെ പറയുന്നവയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഒഴുകുന്നത്? ആൻസർ സി, കേരളം, കർണാടകം. തുല്യ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് ഏതാണ്? ഐസോ ബാറുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഡ്രംലിനുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ആൻസർ ഡി, ഹിമാനികളുടെ നിക്ഷേപത്തിൽ രൂപീകൃതമാകുന്ന കുന്നുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോൺട്രിയൽ പ്രോട്ടോകോൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബി, ഓസോൺ പാളിയുടെ സംരക്ഷണം. മാക്രോ എക്കണോമിക്സിന്റെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം പിതാവ് എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്? ആൻസർ ഡി, JM കെയ്ൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ കണക്കാക്കുവാൻ ശ്രമിച്ച ഒരാളായിരുന്നു ദാദാഭായി നവറോജി. അദ്ദേഹം ഇതിനായി ഉപയോഗിച്ച മാർഗം എന്തായിരുന്നു? ആൻസർ സി, ജയിൽ ജീവിത ചെലവ് സൂചിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ചെറുകിട വ്യവസായത്തിന്റെ വളർച്ചയ്ക്കായി രൂപീകരിച്ച കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി? ആൻസർ എ, കാർവേ കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതി അല്ലാത്തത് ഏത്? കസ്റ്റംസ് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, ഗുഡ് ആൻഡ് സർവീസ് ടാക്സ്. ആൻസർ സി ആണ്, കസ്റ്റംസ് ടാക്സും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും ആണ് വരിക, പ്രത്യക്ഷ നികുതി അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീതി ആയോഗ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച 2020-21 അന്നത്തെ കറണ്ട് അഫയേഴ്സിൽ വന്നതാണ് കേട്ടോ, എങ്കിലും ഒന്ന് നോക്കി വെക്കാം. സാമ്പത്തിക വർഷത്തെ സുസ്ഥിര വികസന സൂചികയിൽ 1, 2, 3 റാങ്കിന്റെ അടിസ്ഥാനത്തിൽ താഴെ തന്നിട്ടുള്ള സംസ്ഥാനങ്ങളെ ക്രമീകരിക്കുക.
എങ്ങനെയാണ്? അതായത് ആദ്യം കേരളം, പിന്നെ ഹിമാചൽ പ്രദേശ്, പിന്നെ ആന്ധ്രാപ്രദേശ്. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 74-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ബി ആണ്. ത്രിതല സംവിധാനം നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 19-ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 6 അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ എ, ഇഷ്ടമുള്ള മതത്തെ വിശ്വസിക്കുവാനുള്ള സ്വാതന്ത്ര്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? ആൻസർ സി, വിദ്യാഭ്യാസം, വനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ എ, 1949 നവംബർ 26-ന് ആണ് ഇന്ത്യൻ ഭരണഘടന പാസാക്കപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2019-ലെ 104-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ സംവരണത്തിൽ വന്ന മാറ്റം. ആൻസർ ഡി ആണ്. ലോകസഭകളിലെയും നിയമസഭകളിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം നിർത്തലാക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്നവരും കിടപ്പു രോഗികളുമായവരെ ശുശ്രൂഷിക്കുന്ന ബന്ധുജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏത്? ആൻസർ സി, ആശ്വാസ കിരണം. PWD ആക്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ സി, ഭിന്നശേഷിക്കാരെ സംബന്ധിക്കുന്ന നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളതാണ്. മുഖ്യമന്ത്രി. ഓപ്പറേഷൻ പീസ് ഹണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്താണ്? കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നതിനെ തുടർന്ന് അന്ധത ഉണ്ടാകുന്ന അവസ്ഥ ഏതാണത്? തിമിരം. മനുഷ്യനിൽ ജീവകം B3 നിയാസിൻ യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. ആൻസർ എ, പെല്ലാഗ്ര. എലിപ്പനിക്ക് കാരണമാകുന്ന രോഗാണു ഏതു വിഭാഗത്തിൽ പെട്ടവയാണ്? ആൻസർ എ, ബാക്ടീരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയ്ഡ്സിനു കാരണമായ HIV മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ താഴെ പറയുന്ന ഏതൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു? ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കൂടുന്നു, രോഗപ്രതിരോധ ശേഷി കുറയുന്നു, രോഗപ്രതിരോധ ശേഷി കൂടുന്നു, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. ഏതാണ് ആൻസർ? ആൻസർ എന്താണ് വരിക? സി ആണ് അല്ലെ? അപ്പൊ എന്താണ്? രോഗപ്രതിരോധ ശേഷി കുറയും ചെയ്യും, പിന്നെ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2021-ലെ ലോക പരിസ്ഥിതി ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത്? ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ്. പാകിസ്ഥാൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപവർത്തനം എന്ന പ്രതിഭാസത്തിൽ പ്രകാശത്തിന്റെ ഏത് സവിശേഷതയ്ക്കാണ് മാറ്റം സംഭവിക്കാത്തത്? ആൻസർ എന്താ വരിക? ആവൃത്തി അല്ലെ? ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു വസ്തുവിന് 5 കിലോഗ്രാം പിണ്ഡമുണ്ട്. ആ വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്ര ബിന്ദുവിൽ എത്തിച്ചാൽ പിണ്ഡം എത്രയായിരിക്കും? ആൻസർ എന്താണ് വരിക? ആൻസർ 5 കിലോഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാരൻഹീറ്റ് സ്കെയിലിൽ ഒരു വസ്തുവിന്റെ താപം രേഖപ്പെടുത്തിയത് 131 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇതിന് തത്തുല്യമായി ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ താപത്തിന്റെ അളവ്. ആൻസർ ഡി ആണ്, 55 ഡിഗ്രി സെന്റിഗ്രേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ആൻസർ ബി, JJ തോംസൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 ഗ്രാം ആറ്റം ഓക്സിജനിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ആൻസർ സി, 6.022 × 10⁻23. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലുമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയിരാണ് ഏതാണ് അയിര്? ബോക്സൈറ്റ്.
കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപക അധ്യക്ഷൻ ആരാണ്? ആൻസർ എ വള്ളത്തോൾ നാരായണ മേനോൻ. മികച്ച കായിക പരിശീലകന് ഭാരത സർക്കാർ നൽകുന്ന പാരിതോഷികം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഡി ദ്രോണാചാര്യ അവാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ദേശത്തിന്റെ കഥ എന്ന ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ കൃതിയുടെ രചയിതാവ് ആരെ? ദേശത്തിന്റെ കഥ എസ്.കെ. പൊറ്റക്കാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ പൈതൃക കലാരൂപം അല്ലാത്തത് താഴെ പറയുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ആൻസർ ഡി ഭരതനാട്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബി ടെന്നീസ്. വയലാർ രാമവർമ്മ ട്രസ്റ്റിന്റെ 45ാമത് വയലാർ സാഹിത്യ അവാർഡിന് അർഹനായ സാഹിത്യകാരൻ ആരെ? അത് അന്നത്തെ കറണ്ട് അഫയേഴ്സിൽ വന്നതാണ് കേട്ടോ. ബെന്യാമൻ. കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഉള്ളടക്കം നഷ്ടപ്പെടുന്ന ഒരു അസ്ഥിര മെമ്മറിയാണ്? ആൻസർ ബി റാൻഡം ആക്സസ് മെമ്മറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സോഫ്റ്റ്വെയർ കമ്പനി നിർമ്മിച്ച സോഫ്റ്റ്വെയർ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ കമ്പനി അറിയാതെ കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ഇത് ഏതു തരം സൈബർ കുറ്റകൃത്യമാണ്? ആൻസർ സി ബൗദ്ധിക സ്വത്ത് മോഷണം. ഇന്റർനെറ്റിൽ കൂടിയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ്? ആൻസർ ബി സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ SMTP. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ്രായേലി സൈബർ ആയുധ കമ്പനിയായ NSO ഗ്രൂപ്പ് വികസിപ്പിച്ച ഫോൺ ചോർത്തൽ ചാരവൃത്തി സോഫ്റ്റ്വെയർ സ്പൈവെയർ ആണ്? ആൻസർ ഡി പെഗാസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആയത് പോക്സ്കോ നിയമപ്രകാരം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കേണ്ട പരമാവധി സമയം? ആൻസർ സി കൃത്യം നടന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം 24 മണിക്കൂറിനകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ? ആൻസർ ബി സുഗതകുമാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവ ഏത് കാരണത്താലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കേന്ദ്ര ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാവുന്നത്? ആൻസർ ഡി ആണ്. ഇതിൽ എന്തൊക്കെയാണ്? പാപ്പരായി തീർപ്പ് കൽപ്പിക്കപ്പെട്ടാൽ, ഔദ്യോഗിക പദവിയിലിരിക്കെ പ്രതിഫലം പറ്റുന്ന മറ്റേതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടാൽ, ശാരീരികമോ മാനസികമോ ആയ ബലക്ഷയം മൂലം ഔദ്യോഗിക പദവിയിൽ തുടരാൻ സാധ്യമല്ലെന്ന് ബോധ്യമായാൽ, സദാചാര അപ്രഭംശം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് അപരാധിയാണെന്ന് കണ്ടെത്തിയാൽ. അതിലെ ഏതൊക്കെയാണ്? അതായത് 1, 2, 3, 4 എല്ലാമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം അവസാനം അപ്പീൽ അധികാരം താഴെ പറയുന്നവയിൽ ആർക്കാണ്? ആൻസർ എ സുപ്രീം കോടതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അംബേദ്കർ സോഷ്യൽ ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ മിഷൻ ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ്? ആൻസർ സി സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.